ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ CBSE ക്ലാസ് 7 സയൻസ് ചാപ്റ്റർ 4 ഹീറ്റ് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതുപോലെ അതിലെ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കൺവെക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, കണ്ടക്ഷൻ എന്താണെന്നറിയാമല്ലോ അല്ലേ. ഇനി കൺവെക്ഷൻ അതായത് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് പറയാം. ഒരു പാത്രത്തിൽ, ഒരു പാനായിക്കോട്ടെ, പാനിൽ കുറച്ച് വെള്ളം നിങ്ങൾ ഒരു ഗ്യാസ് അടുപ്പിൽ വയ്ക്കുക. കുറച്ച് വെള്ളം, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഓക്കെ, ഫ്ലെയിം ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ആ പാൻ ചൂടാകും അല്ലേ. ആ പാൻ ചൂടാകുന്ന പ്രോസസ്സ് എന്താണ്? കണ്ടക്ഷനാണ് അല്ലേ. പാൻ ചൂടാകുന്നത് കണ്ടക്ഷൻ വഴിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പാത്രത്തിനകത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ചൂടാകും. ആ ചൂടാകുന്നത് എങ്ങനെയാണ്? ആദ്യം ആ പാനിനോട് മുട്ടി ഏറ്റവും ലോവർ പാർട്ടിൽ, അതായത് പാനിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ആദ്യം ചൂടാകുന്നത് അല്ലേ. അതിന് അവിടെ ചൂടായിട്ട് അവിടെ ഉണ്ടാകുന്ന ആ വാട്ടർ മുകളിലേക്ക് പൊങ്ങിക്കഴിയുമ്പോൾ മുകളിലുള്ള വെള്ളം ചൂടില്ലാതെ നിൽക്കുകയാണ് അല്ലേ. ആ ലൈറ്ററായിട്ടുള്ള ആ പാർട്ടിക്കിൾസ് താഴേക്ക് പോകുന്നു. അതും ചൂടാകുന്നു. അങ്ങനെയാണ് ആ വെള്ളം മുഴുവന് ചൂടാകുന്നത്. ആദ്യമേ ചൂടാകുന്നത്, അതായത് ഈ പാനിൻ്റെ മുകളിൽ കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ സൈഡിലുള്ള വെള്ളമൊക്കെ കോൾഡായിട്ടിരിക്കുകയാണ് അല്ലേ. പാനിൻ്റെ ഏറ്റവും അടിയാണ് ആദ്യം ചൂടാകുന്നത് അല്ലേ. ആ ചൂടാകുന്ന പാർട്ടിക്കിൾസ്, ആ ഹോട്ടർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും എങ്ങോട്ടേക്ക്? കോൾഡറായിട്ടുള്ളിടത്തോട്ട്. അപ്പോൾ ആ കോൾഡർ പാർട്ടിക്കിൾസ് അടിയിലേക്ക് പോകും. ഈ പ്രതിഭാസത്തിന് പറയുന്നതാണ് കൺവെക്ഷൻ. ഓക്കെ, കൺവെക്ഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഫ്രം ദി ഹോട്ടർ പാർട്ട് ടു ദി കോൾഡർ പാർട്ട്. മനസ്സിലായല്ലോ. അതായത് ഹോട്ടർ പാർട്ടിൽ നിന്ന് കോൾഡർ പാർട്ടിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ലിക്വിഡ്സിലും ഗ്യാസിലും മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ലിക്വിഡ്സിലും ഗ്യാസസിലും ഇങ്ങനെ ഹോട്ടർ പാർട്ട് കോൾഡർ പാർട്ടിലേക്ക് ഹീറ്റ് മൂവ് ചെയ്യുന്ന ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കൺവെക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു വെസൽ നമ്മളിപ്പോൾ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ അത് ചൂടാകുന്നത് കണ്ടക്ഷൻ വഴിയും, അതിൽ നമ്മൾ ലിക്വിഡ് എന്തെങ്കിലും വയ്ക്കുമ്പോൾ അത് ചൂടാകുന്നത് കൺവെക്ഷൻ വഴിയാണ്. നമ്മൾ കണ്ടു അല്ലേ. അതായത് ലിക്വിഡ് ചൂടാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഏറ്റവും ചൂടാകുന്ന ഭാഗത്തു നിന്നും ഹീറ്റ് അത് മുകളിലേക്ക് വിട്ടിട്ട് മുകളിലുള്ള കൂളായിട്ടുള്ള പാർട്ടിക്കിൾസിനെ താഴേക്ക് കൊണ്ടുവന്ന് ചൂടാക്കി ആ മുഴുവനും അങ്ങനെയാണ് ആകെ ചൂടാകുന്നത്. ഓക്കെ, ദ എയർ നിയർ ദി ഹീറ്റ് സോഴ്സസ് ഗെറ്റ് ഹോട്ട് ആൻഡ് റൈസസ്. The air from the sides comes in to takes its place. In this way, the air gets heated. The following activity confirms this idea. അതുപോലെ തന്നെ എയർ ചൂടാകുന്നത്, അതായത് ഇപ്പം നമ്മൾ വാട്ടർ ചൂടാകുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനിയും എയർ ചൂടാകുന്നത്, ഇതേ പ്രോസസ്സിൽ തന്നെയാണ് എയറും ചൂടാകുന്നത്. ചൂട് കൂടിയ സ്ഥലത്ത് നിന്നും ആ ഭാഗത്തെ എയർ ചൂടായി കഴിയുമ്പോൾ അത് കൂളറായിട്ടുള്ള പ്ലേസിലേക്ക് ആ എയർ പോവുകയും അവിടുത്തെ എയർ ഈ ഹോട്ടർ ആയിട്ടുള്ള ഭാഗത്തേക്ക് വരികയും ചെയ്യും. അതങ്ങനെ ചൂടായി മാറുന്നു. ഓക്കെ, ദി ഫോളോയിങ് ആക്ടിവിറ്റി കൺഫേംസ് ദിസ് ഐഡിയ. ലൈറ്റ് എ ക്യാൻഡിൽ, കീപ് വൺ ഹാൻഡ് എബവ് ദി ഫ്ലെയിം ആൻഡ് വൺ ഹാൻഡ് ഓൺ ദി സൈഡ് ഓഫ് ദി ഫ്ലെയിം. Do your hands feel equally hot? If not, which hand feels hotter and why? അത് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലും കൈ പിടിക്കുന്നു, അതിൻ്റെ സൈഡിലും കൈ പിടിച്ചാൽ തീർച്ചയായിട്ടും ഏതായിരിക്കും പെട്ടെന്ന് ചൂടാകുന്നത്? മുകളിൽ പിടിക്കുന്ന കൈ തന്നെയായിരിക്കും ആദ്യം ചൂടാകുന്നത്. അതിന് ശേഷം മാത്രമേ അതിൻ്റെ സൈഡിൽ പിടിക്കുന്നത് ചൂടാകുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? അതായത് ഈ ഹീറ്റിൻ്റെ നേരെ മുകളിലുള്ള എയർ പെട്ടെന്ന് ചൂടാകുന്നു, സൈഡിലുള്ളത് സാവധാനത്തിലാണ് ചൂടാകുന്നത്. നോട്ടീസ് ദാറ്റ് ടുവേർഡ്സ് ദി ടോപ്പ് ദി എയർ ഗെറ്റ്സ് ഹീറ്റഡ് ബൈ
കൺവെക്ഷൻ. ഈ പ്രോസസ്സും ഏത് ഇതിലാണ്? കൺവെക്ഷൻ വഴിയാണ്. Therefore the hand above the flame feels hot. On the sides, however, there is no convection and air does not feel as hot as at the top. The people living in the coastal areas experience an interesting phenomenon. കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്ന പീപ്പിളിനെ അവർക്ക് ഇങ്ങനെയുള്ള പ്രതിഭാസം അവർ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഡ്യൂറിങ് ദ ഡേ ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദി വാട്ടർ. ദി എയർ ഓവർ ദി ലാൻഡ് ബിക്കംസ് ഹോട്ടർ ആൻഡ് റൈസസ് അപ്പ്. ദി കൂളർ എയർ ഫ്രം ദി സീ റഷസ് ഇൻ ടുവേഴ്സ് ദി ലാൻഡ് ടു ടേക്ക് ഇറ്റ്സ് പ്ലേസ്. അതായത് കോസ്റ്റൽ ഏരിയാസിൽ പകൽ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ ദി വാട്ടർ. വെള്ളത്തിനേക്കാളും പെട്ടെന്ന് കര തന്നെയാണ് ചൂടാകുന്നത് അല്ലേ? പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാകുന്നു. ദ എയർ ഓവർ ദി ലാൻഡ് ബിക്കംസ് ഹോട്ടർ ആൻഡ് റൈസസ് അപ്പ്. അപ്പോൾ ആ ഭാഗത്തുള്ള, അതായത് ലാൻഡിൻ്റെ മുകളിലുള്ള ആ എയർ പെട്ടെന്ന് ചൂടാകുകയും അത് ഉയരുകയും ചെയ്യും. ചൂടായി കഴിയുമ്പോൾ ഇത് ഉയരുകയാണ് ചെയ്യുന്നത് അല്ലേ? അത് വെള്ളം ചൂടാകുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ആ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് ചൂടാകുകയും അത് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. എന്നതുപോലെ തന്നെ എയറും അതുപോലെ തന്നെ ആ ഭാഗത്തെ എയർ പെട്ടെന്ന് ചൂടാകും. അതായത് ലാൻഡിലെ എയർ ചൂടാകും. ചൂടായി കഴിയുമ്പോൾ അത് മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ആ സമയത്ത് വാട്ടറിലുള്ള എയർ എന്താണ്? കൂളായിട്ട് നിൽക്കുകയാണ് അല്ലേ? ആ കൂൾ എയർ കരയിലേക്ക് വരികയും ഈ ഉയരുന്ന എയർ, അതായത് ലാൻഡിലെ എയർ കടലിലേക്ക് പോവുകയും ചെയ്യുന്നു. The cooler air from the sea rushes in towards the land to take its place. The warm air from the land moves towards the sea to complete the cycle. അതായത് കരയിലെ എയർ കടലിലേക്ക് പോവുകയും കടലിലെ എയർ കരയിലേക്ക് വരികയും ചെയ്യുന്നു. കടലിലെ എയർ കരയിലേക്ക് വരാൻ കാരണം എന്താണ്? അത് തണുത്ത എയറാണ്. അതപ്പോൾ ഈ ഹോട്ടായിട്ടുള്ള സ്ഥലത്തേക്ക് അത് വരുന്നു. ഹോട്ടായിട്ട് നിൽക്കുന്നിടത്ത് ഉണ്ടായിരുന്ന എയർ ചൂട് പിടിച്ചിട്ടത് കടലിലേക്ക് പോകുന്നു. ദി എയർ ഫ്രം ദ സീ ഈസ് കോൾഡ് ദ സീ ബ്രീസ്. അങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ. ടു റിസീവ് ദി കൂളർ സീ ബ്രീസ്, ദ വിൻഡോസ് ഓഫ് ദി ഹൗസസ് ഇൻ കോസ്റ്റൽ ഏരിയാസ് ആർ മെയ്ഡ് ടു ഫേസ് ദി സീ. അറ്റ് നൈറ്റ് ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ റിവേഴ്സ്. The water cools down more slowly than the land, so the cool air from the land moves towards the sea. This is called the land breeze. രാത്രിയിൽ ഇത് നേരെ റിവേഴ്സായിട്ട് സംഭവിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന് മുകളിലുള്ള എയർ തണുക്കാനായിട്ട് താമസിക്കും. അതേസമയം ലാൻഡിൻ്റെ മുകളിലുള്ള എയർ എന്ന് പറയുന്നത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന് മുകളിലുള്ള എയർ തണുക്കാൻ താമസമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? കരയിലെ തണുത്ത എയർ കടലിലേക്ക് പോവുകയും കടലിലെ ചൂട് എയർ കരയിലേക്ക് വരികയും ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ദി ലാൻഡ് ബ്രീസ്. ഓക്കെ. അപ്പോൾ സീ ബ്രീസ് എന്താ? ഡ്യൂറിങ് ദ ഡേ ദ ലാൻഡ് ഗെറ്റ് ഹോട്ടഡ് ഫാസ്റ്റർ ദാൻ ദ സീ, സോ ദ എയർ എബവ് ദ ലാൻഡ് ഗെറ്റ്സ് ഹീറ്റഡ് to becomes hotter and rises up, and cool air from the sea moves towards the land. This is called sea breeze. Land breeze എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ നൈറ്റ് സീ കൂൾസ് ഡൗൺ സ്ലോലി ദാൻ ദ ലാൻഡ്, സോ ദ ഹോട്ട് എയർ എബവ് ദ സീ റൈസസ് അപ്പ് ആൻഡ് കൂൾ എയർ ഫ്രം ദ ലാൻഡ് മൂവ്സ് ടുവേഴ്സ് ദ സീ. ദിസ് ഈസ് കോൾഡ് ലാൻഡ് ബ്രീസ്. അപ്പോൾ ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒക്കെ സംഭവിക്കുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? കൺവെക്ഷൻ്റെ ഫലമായിട്ടാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. റേഡിയേഷൻ. വെൻ വി കം ഔട്ട് ഇൻ ദി സൺ വി ഫീൽ വാം. ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദി സൺ റീച്ച് അസ്? ഇറ്റ് cannot reach us by conduction or convection, as there is no medium such as air in most part of the space between the earth and the sun. From the sun, the heat comes to us. Another process is known as radiation. അതായത് ഹീറ്റ് വരുന്ന മറ്റൊരു പ്രോസസ്സ്. ഇപ്പം നമ്മൾ കണ്ടക്ഷനും പഠിച്ചു, കൺവെക്ഷനും പഠിച്ചു. നെക്സ്റ്റ് പ്രോസസ്സാണ് റേഡിയേഷൻ. ഇതിനൊരു മീഡിയം ആവശ്യമില്ല. അതായത് കണ്ടക്ഷന് നമുക്കൊരു എന്തെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണമായിരുന്നു. അത് ചൂടാക്കിയിട്ട് അത് ഇരിക്കുന്ന ഒരു ഭാഗത്തേക്ക് അത് ഹീറ്റിനെ അത് കടത്തി വിടുകയായിരുന്നു ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ കൺവെക്ഷൻ ആയാലും ഒന്നുകിൽ ലിക്വിഡ് വേണം അല്ലെങ്കിൽ എയർ വേണം അതിന് ഹീറ്റ്
പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല, അത് ഡയറക്റ്റ് ഇങ്ങ് വരികയാണ്. അതിൽ ഒരു ഉദാഹരണമാണ് സണ്ണിൻ്റെ ചൂട് നമ്മൾക്ക് വരുന്നത് റേഡിയേഷൻ ഫലമായിട്ടാണ്. ഓക്കെ. The transfer of heat by radiation does not require any medium. It can take place whether a medium is present or not. When we sit in front of a room heater, we get heat by this process. A hot utensil kept away from the flame cools down as it transfers heat to the surroundings by radiation. Our body too gives heat to the surroundings and receives heat from it by radiation. Radiation എന്ന് പറഞ്ഞാൽ radiation is the process by which heat is transferred from one place to another without the help of any medium. ഓക്കെ, അതായത് യാതൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല, മീഡിയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹീറ്റിനെ അത് കടത്തിവിടും. വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് എനി മീഡിയം. അങ്ങനെ ഹീറ്റിനെ കടത്തിവിടുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റേഡിയേഷൻ. ഓക്കെ. All hot bodies radiate heat. When this heat falls on some object, a part of it is reflected, a part is absorbed, and a part may be transmitted. The temperature of the object increases due to the absorbed part of the heat. Why are you advised to use an umbrella when you go out in the sun? അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക, അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്